മനുഷ്യൻ ഇണക്കി വളർത്തുന്ന ഒരു ഓമന മൃഗമാണ് നായ. ചാരച്ചെന്നായയുടെ ഉപജാതിയും സസ്തനികളിലെ കാനിഡെ കുടുംബത്തിലെയും കാർണിവോറ ഓർഡറിലെയും അംഗങ്ങളാണ് നായ്ക്കൾ. ഇന്ന് കാവലിനും മറ്റു പലവിധ ജോലികൾക്കും മനുഷ്യന് കൂട്ടിനുമായി നായ്ക്കളെ ഉപയോഗിക്കുന്നു. ഏകദേശം 800-ലധികം നായ ഇനങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നായ്ക്കളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന് 10,000-കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അതാണ് അവരെ പരസ്പരം പ്രിയങ്കരരാക്കുന്നത്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ പെറ്റായി വളർത്തുന്ന പക്ഷിമൃഗാദികളിൽ 1-ാം സ്ഥാനത്താണ് നായ്ക്കൾ വരുന്നത്. നായ്ക്കൾ മനുഷ്യർക്ക് വെറും ഒരു പെറ്റ് മാത്രമല്ല, സുഹൃത്തും വഴികാട്ടിയും സംരക്ഷകനും കൂടിയാണ്. മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗവും നായ തന്നെയാണ്. ഇണക്കി എന്ന് പറയുന്നതിനേക്കാൾ ഇണങ്ങി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ കൂടി കഥയാണ്. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കൻ ഇസ്രായേലിൽ നായയെ കൂടി ചേർത്ത് ഒരു മനുഷ്യനെ അടക്കം ചെയ്തിരുന്ന പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഒരു ശവകുടീരം കണ്ടെത്തി. അതൊരു പക്ഷേ ഒരു ചെന്നായുടേതുമാകാം. മരിച്ച വ്യക്തിയുടെ കൈ മൃഗത്തിൻ്റെ തോളിലിരിക്കുന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ജീവിതത്തിലുടനീളം ആഴത്തിലുള്ളൊരു സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവർത്തനങ്ങളിൽ ഒന്ന് മൃഗങ്ങളെ വളർത്തിയെടുക്കലായിരുന്നു. 17,500 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നായ്ക്കളും വേട്ടക്കാരും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തോടെയാണ് ഇത് ആരംഭിച്ചത്. വളർത്തിയെടുത്ത ആദ്യത്തെ ഇനവും ഒരേ ഒരു വലിയ മാംസഭോജിയും നായയായിരുന്നു. പൂർവിക ചെന്നായ്ക്കളുടെ കൂട്ടത്തിലെ പോരാട്ട വീര്യത്തിൻ്റെ വ്യത്യാസമാണ് നായയായി പരിണമിച്ചത്. അവിടെ മനുഷ്യരോട് ആക്രമണോത്സുകതയും വെറുപ്പും കുറവും കൂടുതൽ നിസ്വാർത്ഥമായ ഇടപെടലും ഉള്ള പൂർവികരായ ചെന്നായ്ക്കൾക്ക് ഫിറ്റ്നസ് ആനുകൂല്യങ്ങൾ ലഭിച്ചു. പുരാവസ്തു രേഖയും ജനിതക വിശകലനവും 17,500 വർഷങ്ങൾക്ക് മുമ്പ് എറല്ല നായയുടെ അവശിഷ്ടങ്ങൾ ആദ്യത്തെ യഥാർത്ഥ നായയാണെന്ന് കാണിക്കുന്നു. എന്നാൽ 36,000 വർഷങ്ങൾക്ക് മുമ്പ് നായോ ചെന്നായോ എന്ന് തിരിച്ചറിയാനാകാത്തവയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സൈബീരിയയിലെ അൽത്തായ് പർവ്വത നിരകളിലും ബെൽജിയത്തിലെ ഒരു ഗുഹയിലും നിന്ന് കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന നായ അസ്ഥികൂടങ്ങൾ ഏകദേശം 33,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആദിമ മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് ഏകദേശം 15,000-നും 30,000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അതിജീവനത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ചരിത്രമാണത്. ആഹാരാവശിഷ്ടങ്ങൾ തേടി മനുഷ്യരുടെ അടുത്തെത്തിയ ചെന്നായ്ക്കളിൽ നിന്നാണ് നായ്ക്കളിലേക്കുള്ള പരിണാമം സംഭവിക്കാൻ സാധ്യത എന്ന് കരുതപ്പെടുന്നു. ആദിമ ചെന്നായ്ക്കൾക്കും മനുഷ്യരിൽ നിന്ന് ആഹാരം ലഭിച്ചതോടെ സ്വയം ഇര തേടേണ്ട അവസ്ഥ കുറേയൊക്കെ ഇല്ലാതെയായി. അതവർക്ക് മനുഷ്യരിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമായി. ഗന്ധം തിരിച്ചറിയാനുള്ള അവയുടെ കഴിവും വേട്ടയാടാനുള്ള ശേഷിയും ഉപയോഗപ്പെടുത്താനും സംരക്ഷണം നേടാനും മനുഷ്യർക്ക് കഴിഞ്ഞു. നായ്ക്കളുടെ മൂക്കിൽ ഒരു തപാൽ സ്റ്റാമ്പിൻ്റെ അത്രയും സ്ഥലത്ത് ഏകദേശം 50 ലക്ഷം ഘ്രാണ സംവേദിനി കോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് നായ്ക്കളെ വളരെ നല്ല മണം പിടിക്കലുകാരാക്കുന്നു. മനുഷ്യരോടൊപ്പമുള്ള നിരന്തര സമ്പർക്കം മൂലം ചെന്നായ്ക്കളിൽ ഇണങ്ങുന്ന സ്വഭാവമുള്ളവ അതിജീവിക്കുകയും പ്രജനനം നടത്തുകയും ചെയ്തതിലൂടെ കാലക്രമേണ അവ നായ്ക്കളായി മാറി. ഹിമയുഗത്തിൽ മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിൽ വേട്ടയാടാനും ഭാരമുള്ള സ്ലഡ്ജുകൾ വലിക്കുന്നതിനും നായ്ക്കൾ ഉപകരിച്ചിരുന്നു. മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകാനും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാനുമുള്ള കഴിവ് നായ്ക്കളെ ആദ്യകാലം മുതലേ പ്രിയപ്പെട്ടതാക്കിയിരുന്നു. ചുരുക്കത്തിൽ കേവലം ഇരയും വേട്ടക്കാരനും എന്നതിനപ്പുറം അതിജീവനത്തിനായി ആദിമ മനുഷ്യർ തിരഞ്ഞെടുത്ത ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഇണങ്ങി വളരുന്ന മൃഗമാണ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമലായ നായ. മതങ്ങളിലും നായ്ക്കൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതായൊരു സ്ഥാനമുണ്ട്. നായ്ക്കൾ മനുഷ്യന് എത്ര പ്രിയപ്പെട്ട മൃഗമായിരുന്നെന്ന് തെളിയിക്കുന്നതാണ് അവയിലെ പരാമർശങ്ങൾ.
ഇൻഡോ യൂറോപ്യൻ പുരാണങ്ങളിൽ നായ്ക്കൾക്ക് അധോലോകത്തിൻ്റെ കവാടങ്ങൾ സംരക്ഷിക്കലായിരുന്നു പ്രധാന ജോലി. ചരിത്രകാരനായ ജൂലിയൻ ഡി ഹുയി വിവിധ മതപാരമ്പര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നായ്ക്കളെക്കുറിച്ചുള്ള ആഖ്യാനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഡി ഹുയി അവതരിപ്പിച്ച തെളിവുകൾ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള പുരാണ രേഖകൾക്കും നായ വളർത്തലുമായി ബന്ധപ്പെട്ട ജനിതക ഫോസിൽ രേഖകൾക്കും ഇടയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മധ്യ മെക്സിക്കോയിലെ ആസ്ടെക് ജനത നായ്ക്കൾക്ക് മതപരവും പ്രതീകാത്മകവുമായ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മെക്സിക്കോയിൽ നായ്ക്കളുടെ നിരവധി പുരാതന ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മരണത്തിൻ്റെ ആസ്ടെക് ദേവനായ സൊളോട്ടലിനെ നായയുടെ തലയുള്ള ഒരു രാക്ഷസനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചൈനീസ് ജ്യോതിഷത്തിൽ ആദരിക്കപ്പെടുന്ന 12 മൃഗങ്ങളിൽ ഒന്നാണ് നായ. ചൈനീസ് പുതുവത്സരത്തിൻ്റെ 2-ാം ദിവസം എല്ലാ നായ്ക്കളുടെയും ജന്മദിനമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതേ സംസ്കാരത്തിൽ ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും സംരക്ഷകരായിട്ടും നായ്ക്കളെ കണക്കാക്കുന്നു. റോമൻ കത്തോലിക്ക മതത്തിൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ പ്രതിരൂപത്തിൽ ഒരു നായ ഉൾപ്പെടുന്നുണ്ട്. വിശുദ്ധൻ്റെ അമ്മയായ വാഴ്ത്തപ്പെട്ട ജോവാൻ ആസയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വായിൽ ഒരു പന്തവുമായി വരുന്ന ഒരു നായയെ സ്വപ്നം കണ്ടതിന് ശേഷം താമസിയാതെ അവർ ഗർഭിണിയായി എന്ന് പറയുന്നു. തോബിത്തിൻ്റെ ഡ്യൂട്ടറോ കാനോനിക്കൽ പുസ്തകത്തിൽ തോബിത്തിൻ്റെ മകനായ തോബിയാസിനെയും റാഫേൽ മാലാഖയെയും അവരുടെ യാത്രകളിൽ വിശ്വസ്തയോടെ അനുഗമിക്കുന്ന ഒരു നായയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ നാടോടി കഥകളിൽ പള്ളികളെയും പള്ളിമുറ്റങ്ങളെയും ദൈവദൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഒരു കറുത്ത നായയാണ്. ഫ്രഞ്ച് ദേവാലയത്തിൽ വിശുദ്ധനായ നാടോടിയായി ആരാധിക്കപ്പെട്ടിരുന്ന ഒരു നായയാണ് സെൻറ്റ് ഗിനിഫോർട്ട്. നായ്ക്കളും മതവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം മനുഷ്യരാശിക്ക് അറിയാവുന്ന ആദ്യകാല നാഗരികതയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പുരാതന ഈജിപ്തിൽ നായ്ക്കളെ ബഹുമാനിക്കുകയും മമ്മിഫിക്കേഷൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും ദേവനായ അനുബിസുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആദിമ മനുഷ്യൻ മൃഗങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. അവയ്ക്ക് തന്നേക്കാൾ ശക്തിയും തന്ത്രവും ഉണ്ടായിരുന്നതിനാലോ അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കാനോ മരണത്തിന് കാരണമാകാനോ പ്രാപ്തമാക്കുന്ന കഴിവുകൾ അവയ്ക്കുണ്ടായിരുന്നതിനാലോ ആയിരിക്കണം. ഭയപ്പെട്ടതിനെയൊക്കെ ആരാധിച്ചാൽ അതിജീവിക്കാം എന്ന വിശ്വാസം കൊണ്ടാകാം ഇത്തരം രീതികൾ അനുവർത്തിക്കുകയും പിന്നീടത് ആചാരമായി മാറുകയും ചെയ്തത്. ഇത് നായ്ക്കളും മതവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് അടിവരയിടുന്ന സാംസ്കാരികവും ആത്മീയവുമായ ചലനാത്മകതയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ക്ലാസിക്കൽ ലോകത്ത് നായ്ക്കൾ ഹെക്കേറ്റുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. ഗ്രീക്ക് പുരാണത്തിലെ ഹേഡീസിൻ്റെ കവാടങ്ങൾ കാക്കുന്ന 3 തലയുള്ളതും ഡ്രാഗൺ വാലുള്ളതുമായ കാവൽ നായയാണ് സർബറസ്. മറ്റൊരു നായയാണ് ലീലാപ്സ്. ആർട്ടമിസിനും ആരസിനും നായ്ക്കൾ പവിത്രമായിരുന്നു. ഹോമറിൻ്റെ ഇതിഹാസ കാവ്യമായ ഒഡീസിയിൽ വേഷം മാറിയ ഒഡീസിയസ് 20 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ്റെ തിരിച്ചുവരവിനായി ഇത്രയും കാലം കാത്തിരുന്ന വിശ്വസ്തനായ നായ ആർഗോസ് മാത്രമേ അവനെ തിരിച്ചറിയുന്നുള്ളൂ. ഗ്രീക്ക് പുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ള പാശ്ചാത്യ ജ്യോതിശാസ്ത്രത്തിലെ 88 നക്ഷത്ര രാശികളിൽ 3 നായ്ക്കളെ പ്രതിനിധീകരിക്കുന്നതാണ്. നായ്ക്കളെ ആദരിക്കുന്ന ഒരു നേപ്പാളി ഹിന്ദു ഉത്സവമാണ് കുക്കൂർ തിഹാർ. ഹിന്ദു പുരാണത്തിൽ മരണദേവനായ യമന് 4 കണ്ണുകളുള്ള 2 കാവൽ നായ്ക്കളുണ്ട്. അവ നരകത്തിലെ കവാടങ്ങൾ കാക്കുന്നുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. കേരളത്തിലെ വടക്കൻ മലബാർ മേഖലയിലെ വേട്ടക്കാരനായ മുത്തപ്പൻ തൻ്റെ വാഹനമായി ഒരു വേട്ടനായയെ ഉപയോഗിക്കുന്നതായിട്ടാണ് ഐതിഹ്യം. മുത്തപ്പൻ ക്ഷേത്രത്തിനകത്തും പുറത്തും നായ്ക്കളെ കാണാം. അവിടുത്തെ ശ്രീകോവിലിലെ വഴിപാടുകൾ വെങ്കല നായ പ്രതിമകളുടെ രൂപത്തിലാണ്. നായ ഹിന്ദു ദൈവമായ ഭൈരവൻ്റെ വാഹനം കൂടിയാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ ഒരു നായ അനുഗമിക്കുന്നുണ്ട്. സ്വർഗകവാടത്തിലെത്തുമ്പോൾ ഇന്ദ്രൻ യുധിഷ്ഠിരനോടൊപ്പം വന്ന നായയെ പ്രവേശിപ്പിക്കാൻ വിസമ്മതിക്കുന്നു. തൻ്റെ വിശ്വസ്തനായ കൂട്ടുകാരനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത യുധിഷ്ഠിരൻ നായയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു. തന്നെ വിട്ടുപോകാത്തവരോടുള്ള യുധിഷ്ഠിരൻ്റെ അചഞ്ചലമായ വിശ്വസ്തതയിൽ ആകൃഷ്ടനായ ഇന്ദ്രൻ ഒടുവിൽ നായയെ യുധിഷ്ഠിരനോടൊപ്പം സ്വർഗത്തിൽ കടക്കുവാൻ അനുവദിച്ചു. രാമൻ കടന്നുപോയ വഴിയിൽ ഒരു നായയ്ക്ക് നീതി ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള കഥ രാമായണത്തിലും പറയുന്നുണ്ട്. നായ്ക്കളും ഉടമസ്ഥരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മാതൃപരിചരണത്തിന് ഉത്തരവാദിയായ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുന്നതായും പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. നായവിശേഷങ്ങൾ
പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്തത്രയുണ്ട്. എങ്കിലും ഇന്നത്തെ നായവിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.